ഇത് ശരിക്കും സത്യമാണോ? ഒരു സ്ഥലത്ത് ഒന്നല്ല രണ്ടല്ല 9 അവതാരങ്ങൾ. ഇനി കേൾക്കാൻ പോകുന്ന വിശ്വസിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും കേട്ടോ. മഹാവിഷ്ണുവിൻ്റെ ദശാവതാരങ്ങളിൽ മത്സ്യം മുതൽ ശ്രീകൃഷ്ണൻ വരെയുള്ള അവതാരങ്ങളുമായി ബന്ധപ്പെട്ട ക്ഷേത്രങ്ങൾ കോഴിക്കോട് ജില്ലയിൽ വെറും 6 കിലോമീറ്റർ ചുറ്റളവിൽ ഒരു ശംഖിൻ്റെ ആകൃതിയിലായി സ്ഥിതി ചെയ്യുന്നുണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസമാവോ? അതെ, ഇന്ന് നമ്മൾ അങ്ങനെ ഒരു യാത്രയിലാണ്. ഒരു ദിവസം 9 ക്ഷേത്രങ്ങൾ, 9 അവതാരങ്ങൾ. പക്ഷെ 10ാമത്തെ അവതാരമായ കൽക്കിയുടെ കൽക്കിക്ക് എന്താ ഇവിടെ ക്ഷേത്രമില്ലാത്തത്? ഈ കഥകൾക്ക് പിന്നിലെ വിശ്വാസവും ഐതിഹ്യവും തേടി നമുക്കൊന്ന് പോയാലോ? ഞാൻ രശ്മി മനോജ് കുമാർ. വെൽക്കം ടു ഡെലീഷ്യസ് ഡെസ്റ്റിനീസ്. കോഴിക്കോട് ജില്ലയിലെ കാക്കൂർ, നന്മണ്ട, ചേളന്നൂർ പഞ്ചായത്തുകളിലായിട്ടാണ് കേട്ടോ ഈ 9 ക്ഷേത്രങ്ങൾ സ്ഥിതി ചെയ്യുന്നത്. രാവിലെ ഒരു 6-6:30 കൂടി തന്നെ ദർശനം ആരംഭിച്ചാൽ സുഖമായിട്ട് നമുക്ക് ഈ 9 ക്ഷേത്രങ്ങളും തൊഴുതിറങ്ങാം. ദശാവതാര ക്രമത്തിൽ ഈ ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുകയാണെങ്കിൽ സമയബന്ധിതമായി നമുക്കിവിടെ തൊഴുതിറങ്ങാൻ പറ്റിക്കൊള്ളണമെന്നില്ല കേട്ടോ. എങ്ങനെയാണ് ഈ ക്ഷേത്രങ്ങളിൽ കൃത്യമായി പോകേണ്ടതെന്നുള്ളത് നമ്മൾ ഈ വീഡിയോയുടെ ലാസ്റ്റ് ഒരു ടിപ്പായിട്ട് പറയുന്നുണ്ട്. നമ്മൾ ആദ്യം തന്നെ പോകുന്നത് ദശാവതാരത്തിലെ മത്സ്യാവതാരമുള്ള പെരുമീൻപുറം മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്കാണ്. മഹാപ്രളയത്തിൽ നിന്ന് വേദങ്ങളെയും ജീവജാലങ്ങളെയും സംരക്ഷിക്കാൻ മഹാവിഷ്ണു മത്സ്യരൂപം സ്വീകരിച്ചു എന്നാണ് പുരാണകഥ. അതിനാൽ തന്നെ വിഷ്ണുവിന്റെ അവതാര പരമ്പരയിലെ ആദ്യ രൂപമാണിത്. മീനൂട്ടാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട വഴിപാട്. എന്നാൽ ഇവിടെ ഭക്തർ നേരിട്ടല്ല കേട്ടോ മീനൂട്ട് ചെയ്യുന്നത്. മാസത്തിലൊരിക്കൽ 30 വെള്ളിയാഴ്ച അതുവരെ രസീതാക്കിയ എല്ലാ മീനൂട്ട് വഴിപാടുകളും തന്ത്രിയുടെ കാർമ്മികത്വത്തിൽ നേരിട്ടാണ് ചെയ്യുന്നത്. അടുത്തതായി കൂർമാവതാരം. ക്ഷീരസാഗരം കടയുമ്പോൾ മന്ദര പർവ്വതത്തിന് താങ്ങായി മഹാവിഷ്ണു ആമയുടെ രൂപം സ്വീകരിച്ച കഥയാണ് കൂർമ്മ അവതാരവുമായി ബന്ധപ്പെട്ട് ഉള്ളത്. പ്രപഞ്ചത്തിലെ വലിയൊരു സംഭവത്തിന് ഒരു ചെറിയ ജീവിയുടെ രൂപം സ്വീകരിച്ച മഹാവിഷ്ണു. 2ാമത്തെ അവതാരമായ കൂർമാവതാരമുള്ള ഈ ക്ഷേത്രത്തിൽ ആമവാദം പോലെയുള്ള രോഗശമനത്തിനും വിദ്യാഭ്യാസ പുരോഗതിക്കുമായുള്ള വഴിപാടുകളാണ് പ്രധാനമായും ഉള്ളത്. അടുത്തതായി നമ്മൾ പോകുന്നത് വരാഹ അവതാരമുള്ള നന്മണ്ട പന്ന്യംവള്ളി വാര്യംമഠം മഹാവിഷ്ണു ക്ഷേത്രത്തിലേക്കാണ്. ഇനി വരാഹാവതാരം. ഹിരണ്യാക്ഷൻ പാതാളത്തിലേക്ക് കൊണ്ടുപോയ ഭൂമിയെ വീണ്ടെടുക്കാൻ മഹാവിഷ്ണു വരാഹരൂപം സ്വീകരിച്ചു എന്നാണ് പുരാണം. ഭൂമിയെ ഉയർത്തിപ്പിടിച്ച വരാഹമൂർത്തി. ഇന്ന് ഇവിടെ ആരാധിക്കപ്പെടുന്നത് അതേ ദൈവിക സങ്കല്പത്തിന്റെ ഓർമ്മയിലാണ്. കയറി വരുമ്പോൾ തന്നെ വളരെ മനോഹരമായ കൽപ്പടകളോട് കൂടിയ ഒരു ക്ഷേത്രകുളമാണ് നമ്മൾ ആദ്യം തന്നെ കാണുന്നത്. ഈ ക്ഷേത്രത്തിൽ ഭൂമി സംബന്ധമായ ഇടപാടുകൾ സുഗമമാക്കാനും ഭൂമിയുടെ നാശനഷ്ടങ്ങൾ ഒഴിവാക്കാനുമുള്ള വഴിപാടുകളാണ് പ്രധാനമായും ചെയ്യുന്നത്. മഹാവിഷ്ണുവിന്റെ 4ാമത്തെ അവതാരമായ നരസിംഹമൂർത്തി കുടികൊള്ളുന്ന തൃക്കോയിക്കൽ നരസിംഹ ക്ഷേത്രത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. നരസിംഹം മനുഷ്യനും മൃഗവും അല്ലാത്ത രൂപത്തിൽ, പകലും രാത്രിയും അല്ലാത്ത സമയത്ത്, അകത്തും പുറത്തും അല്ലാത്ത ഇടത്ത് ഹിരണ്യകശിപുവിന്റെ അഹങ്കാരത്തിന് അന്ത്യം കുറിച്ച അവതാരം. പ്രഹ്ലാദന്റെ ഭക്തിക്ക് മറുപടിയായി പ്രത്യക്ഷപ്പെട്ട നരസിംഹമൂർത്തി ഈ യാത്രയിലെ ഏറ്റവും ശക്തമായ അവതാര കഥകളിലൊന്ന്. ദശാവതാരത്തിൽ നരസിംഹമൂർത്തി കുടികൊള്ളുന്ന ക്ഷേത്രമാണ് തൃക്കോയിക്കൽ നരസിംഹ ക്ഷേത്രം. ഉഗ്രമൂർത്തിയാണ്. ഇവിടെ പ്രധാന പ്രതിഷ്ഠ നരസിംഹമാണ്. ഉപദേവന്മാരായിട്ട് ദക്ഷിണാമൂർത്തിയും ഗണപതിയും ശ്രീകോവിൽ ഇടനാഴികയിൽ തെക്കോട്ട് ദർശനമായിട്ടുണ്ട്. ഇവിടെ അതേപോലെ തന്നെ തുല്യ പ്രാധാന്യത്തിൽ ആരാധിക്കുന്ന മഹാവിഷ്ണുവിൻ്റെ വിഗ്രഹം ചുറ്റമ്പലത്തിന് പുറത്ത് ഉണ്ട്. ഇവിടുത്തെ പ്രധാന വഴിപാട് എന്ന് പറയുന്നത് പാനകമാണ്. പാനകം ഉദരരോഗത്തിനും ശത്രുദോഷ പരിഹാരത്തിനുമാണ് പാനകം. പിന്നെ അതേപോലെ തന്നെ മറ്റൊരു വഴിപാട് എന്ന് പറയുന്നത് നെയ്വിളക്കാണ്. ആത്മസമർപ്പണം നടത്തി നെയ്വിളക്ക് എത്തിച്ചു കഴിഞ്ഞാൽ കുടുംബൈശ്വര്യവും സർവ്വദോഷ പരിഹാരമാണ്. ഇത് രണ്ടാണ് ഇവിടുത്തെ പ്രധാന വഴിപാട്. മനോഹരമായ പൊൻകുന്ന് മലയോട് ചേർന്നാണ് 5ാമത്തെ അവതാര ക്ഷേത്രമായ തീർത്ഥങ്കര വാമന അവതാര ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. വാമനൻ മഹാബലിയുടെ കഥയുമായി ചേർന്ന് നിൽക്കുന്ന അവതാരം. 3 അടി ഭൂമി മാത്രം ചോദിച്ച വാമനൻ 1 അടിയിൽ ഭൂമിയും 2ാമത്തെ അടിയിൽ ആകാശവും അളന്നു. 3ാമത്തെ അടിക്ക് സ്ഥലം ചോദിച്ചപ്പോൾ മഹാബലി തൻ്റെ തല സമർപ്പിച്ചു. അഹങ്കാരത്തിന് മുകളിലുള്ള വിനയത്തിന്റെ ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് വാമനാവതാരം. പണ്ട് ഉരുൾപൊട്ടലിൽ നശിച്ച ഇവിടെ ഇപ്പോൾ ബലാലയ പ്രതിഷ്ഠയാണ്.
ശ്രീകോവിലിന്റെ പണി തൊട്ടടുത്ത് തന്നെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഏത് കാലാവസ്ഥയിലും പറ്റാത്ത തീർത്ഥങ്കര വെള്ളച്ചാട്ടം ഈ ക്ഷേത്രത്തിന്റെ മറ്റൊരു പ്രത്യേകതയാണ്. അടുത്തത് പരശുരാമൻ, കയ്യിൽ മഴുവേന്തിയ വിഷ്ണുവിൻ്റെ അവതാരം. കേരളത്തിൻ്റെ സൃഷ്ടിയുമായി പോലും പരശുരാമൻ്റെ പേര് ചേർത്തു പറയുന്ന ഐതിഹ്യങ്ങൾ നമുക്കുണ്ട്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ ഒരു ദശാവതാര യാത്രയിൽ പരശുരാമന് പ്രത്യേക സ്ഥാനമുണ്ട്. റോഡ് സൈഡിലായിട്ടാണ് മരുതാട് പരശുരാമ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇവിടെയും ബലാലയ പ്രതിഷ്ഠയാണ്. ക്ഷേത്രം നിലനിന്ന ഭൂമി ഒഴികെയുള്ള സ്ഥലം സർക്കാർ പോലീസ് സ്റ്റേഷന് വേണ്ടി ഏറ്റെടുത്തപ്പോൾ ക്ഷേത്രഭൂമിയിലേക്കുള്ള പ്രവേശന വഴി തടസ്സപ്പെട്ടു. ക്ഷേത്ര വഴിയുമായി ബന്ധപ്പെട്ട തർക്കം ഇപ്പോഴും വിവിധ കോടതികളിലായി നിലനിന്നു പോരുന്നു. ക്ഷേത്രഭൂമിയോട് ചേർന്നാണ് ഇപ്പോൾ കാക്കൂർ പോലീസ് സ്റ്റേഷൻ സ്ഥിതി ചെയ്യുന്നത്. ഇനി ശ്രീരാമൻ, ധർമ്മത്തിൻ്റെ പ്രതീകമായി ആരാധിക്കപ്പെടുന്ന അവതാരം. രാമായണം നമ്മുടെ ജീവിതത്തോടും സംസ്കാരത്തോടും എത്രത്തോളം ചേർന്ന് നിൽക്കുന്നു എന്ന് പറയേണ്ടതില്ലല്ലോ. ഈ ക്ഷേത്രത്തിലെത്തുമ്പോൾ ഒരു ക്ഷേത്ര ദർശനത്തിനപ്പുറം രാമായണത്തിൻ്റെ ഓർമ്മകളിലേക്കുള്ള ഒരു യാത്ര കൂടിയാണിത്. മഹാവിഷ്ണുവിന്റെ 7ാമത്തെ അവതാരമായ ശ്രീരാമസ്വാമിയുടെ രാമല്ലൂർ ശ്രീരാമസ്വാമി ക്ഷേത്രത്തിലാണ് നമ്മളിപ്പോഴുള്ളത്. സന്താന ലബ്ധിക്കായുള്ള വഴിപാടുകളാണ് ഈ ക്ഷേത്രത്തിൽ പ്രധാനം. അടുത്തത് ശക്തിയുടെയും കൃഷിയുടെയും പ്രതീകമായി കാണപ്പെടുന്ന ബലരാമൻ. ബലരാമ അവതാരം കുടികൊള്ളുന്ന കാവിൽ ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഉദ്ദിഷ്ട കാര്യത്തിന് ബ്രഹ്മരക്ഷസിനുള്ള പാൽപായസമാണ് ഈ ക്ഷേത്രത്തിലെ പ്രധാന വഴിപാട്. ഇനി നമ്മുടെ യാത്രയിലെ ഏറ്റവും പരിചിതമായ അവതാരങ്ങളിലൊന്ന് ശ്രീകൃഷ്ണൻ. കൃഷ്ണന്റെ ബാല്യവും ഗോപാലനായി ജീവിച്ച കാലവും മഹാഭാരതത്തിലെ സാരഥിയായ രൂപവും ഭഗവത്ഗീതയുടെ സന്ദേശവും. കൃഷ്ണൻ എന്നത് ഒരു അവതാരം മാത്രമല്ല, ഒരു സംസ്കാരമാണ്. ദശാവതാരത്തിലെ 9ാമത്തെ ശ്രീകൃഷ്ണാവതാരമുള്ള ഈന്താട് മഹാവിഷ്ണു ക്ഷേത്രത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഇത് ശ്രീകൃഷ്ണനായിട്ടാണ് എത്രയോ കാലങ്ങൾക്ക് മുമ്പ്, അതായത് ഇവിടെ എല്ലാവരും പറയുന്നത് ശ്രീകൃഷ്ണ ക്ഷേത്രമായിട്ടാണ് ഇവിടെ പ്രാർത്ഥിച്ചു പോന്നിട്ടുള്ളത്. കൂടാതെ ഇവിടെ ഉപദേവന്മാരായിട്ട് ഗണപതി, ഭഗവതി ഇങ്ങനെയുള്ള ഉപദേവന്മാരുണ്ട്. പക്ഷെ ഇവിടെ പാൽപ്പായസമാണ് നിവേദ്യം. അതിൻ്റെ കൂടെ ലക്ഷ്മീനാരായണ പൂജ, ബാക്കിയുള്ള എല്ലാ ശ്രീകൃഷ്ണ പ്രധാനമായിട്ടുള്ള എല്ലാ പൂജകളും ഇവിടെ നടക്കുന്നുണ്ട്. ഇവിടെ നവീകരണ കലശം കഴിയാത്തതിൻ്റെ പേരിലും പിന്നെ ബാക്കിയുള്ള സംഗതികളെല്ലാം ഒരു അതിനു വേണ്ടിയുള്ള ഒരു ഒരുക്കത്തിലാവാത്തതിൻ്റെ പേരിലും ഇപ്പോൾ വ്യാഴാഴ്ചയും ഞായറാഴ്ചയുമാണ് ഇവിടെ തുറക്കുന്നത്. ഒരു ദിവസം കൊണ്ട് ഒരു 2-3 മണിക്കൂർ കൊണ്ട് മഹാവിഷ്ണുവിൻ്റെ 10 അവതാര ക്ഷേത്രങ്ങൾ ദർശിക്കാനുള്ള അസുലഭമായ ഒരു ഭക്തന് കിട്ടുന്നത്. ദശാവതാര യാത്രയ്ക്ക് വേണ്ട എല്ലാവിധ സൗകര്യങ്ങളും ഞങ്ങൾ അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിന് ഞങ്ങൾ കോൺടാക്ട് ചെയ്താൽ മാത്രം മതി. പിന്നെ ഭക്ഷണ സംവിധാനങ്ങൾ വേണമെങ്കിൽ ഇവിടെ ഉണ്ട്. പിന്നെ അതേപോലെ തന്നെ യാത്രാ സൗകര്യങ്ങളൊക്കെ ഞങ്ങൾ അറേഞ്ച് ചെയ്ത് തരും. പിന്നെ അതേപോലെ തന്നെ ഗൈഡ് സംവിധാനങ്ങൾ വേണമെങ്കിൽ അത്, താമസ സൗകര്യം വേണമെങ്കിൽ അത്, അതുമായിട്ട് ദശാവതാര യാത്ര സുഗമമാക്കാൻ വേണ്ട എല്ലാ സംവിധാനങ്ങളും എല്ലാ സൗകര്യങ്ങളും ഞങ്ങൾ അറേഞ്ച് ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ ആളുകൾ യാത്രയ്ക്ക് വരാൻ വേണ്ടിയിട്ടുള്ള എല്ലാവരോടും അഭ്യർത്ഥിക്കുകയാണ്. നമ്മളിപ്പോൾ 9 ക്ഷേത്രങ്ങൾ കണ്ടു, 9 അവതാരങ്ങളുടെ കഥകൾ കേട്ടു. എന്നാൽ 10ാമത്തെ അവതാരമായ കൽക്കിക്ക് എന്താ ഇവിടെ ക്ഷേത്രമില്ലാത്തത്? 9 ക്ഷേത്രങ്ങൾ ഇപ്പം നിലവിൽ നിൽക്കുന്നുണ്ട്. ഒരു ക്ഷേത്രം കൽക്കിൻ്റെതാണെന്ന് പറയുന്നു. അത് ഇതുവരെ ആ സ്ഥാനം കണ്ടുപിടിച്ചിട്ടില്ല. കാരണം കൽക്കി അവതരിച്ചത് കഴിഞ്ഞ കാലത്തല്ല, വരാനിരിക്കുന്ന കാലത്താണ് എന്നതാണ് വിശ്വാസം. അതുകൊണ്ട് തന്നെ കൽക്കി ക്ഷേത്രം എന്നത് വരാനിരിക്കുന്ന അവതാരത്തിനായുള്ള കാത്തിരിപ്പിന്റെ പ്രതീകമാണ്. എന്നിരുന്നാലും ദശാവതാര ക്ഷേത്രങ്ങളുടെ ഈ പുണ്യഭൂമിയിൽ കൽക്കിക്കും ഒരു ക്ഷേത്രമുണ്ടായിരുന്നുവെന്നും അത് ഈന്താട് ശ്രീകൃഷ്ണ ക്ഷേത്രത്തിന്റെയും പെരുമീൻപുറം മഹാവിഷ്ണു ക്ഷേത്രത്തിന്റെയും ഇടയിലുള്ള അമ്പലപ്പറമ്പ് എന്ന സ്ഥലത്തായിരുന്നുവെന്നും ഒരു കേട്ടുകേൾവിയും ഇവിടെയുണ്ട്. ഇനി കോഴിക്കോട് നിന്ന് വരുന്ന ഒരാൾ ഈ 9 ക്ഷേത്രങ്ങളിലും സമയബന്ധിതമായി എങ്ങനെ ദർശനം നടത്താമെന്ന് നമുക്കൊന്ന് നോക്കാം.
ആദ്യം പരശുരാമ ക്ഷേത്രം, പിന്നീട് പെരുമീൻപുറം, അത് കഴിഞ്ഞ് ഈന്താട്, പിന്നെ തൃക്കോയിക്കൽ നരസിംഹ ക്ഷേത്രം, അതിനുശേഷം രാമല്ലൂർ ശ്രീരാമക്ഷേത്രം, തീർത്ഥങ്കര വാമന ക്ഷേത്രം, ആമമംഗലം മഹാവിഷ്ണു ക്ഷേത്രം, പന്യംവള്ളി വരാഹ ക്ഷേത്രവും കഴിഞ്ഞ് അവസാനം കാവിൽ ബലരാമ ക്ഷേത്രത്തിൽ ദർശനം നടത്തി പൂർത്തീകരിക്കാവുന്നതാണ്. നമ്മളിപ്പോൾ 9 ക്ഷേത്രങ്ങൾ കണ്ടു, 9 അവതാരങ്ങളുടെ കഥകളും കേട്ടു. എന്നാൽ ഈ യാത്ര നമ്മളെ പഠിപ്പിച്ചത് മറ്റൊന്നാണ്. ക്ഷേത്രങ്ങൾ വെറും കെട്ടിടങ്ങളല്ല, അവ നമ്മുടെ സംസ്കാരവും ചരിത്രവും പൈതൃകവും തലമുറകളായി കൈമാറി വന്ന ഓർമ്മകളുമാണ്. കോഴിക്കോടിന്റെ ഈ അപൂർവമായ ദശാവതാര പൈതൃകം നിങ്ങളും ഒരിക്കൽ നേരിട്ട് കാണണം കേട്ടോ. ഇത്തരം യാത്രകളും ചരിത്രവും ക്ഷേത്ര പൈതൃകവും ഇഷ്ടമാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്ത യാത്രയിൽ നമുക്ക് വീണ്ടും കാണാം.